ശ്രീ എമ്മോഹനൻ്റെ പ്രശസ്ത കൃതിയായ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ അരനൂറ്റാണ്ട് ആഘോഷിക്കപ്പെടുകയാണ്. മയ്യഴിയിൽ മാത്രമല്ല, മലയാളികൾ ഉള്ളിടങ്ങളിലെല്ലാം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഈ ഘട്ടത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ചിലത് സാംസ്കാരിക വേദികളിലാവാം, മറ്റു ചിലത് വായനാ സമൂഹത്തിൻ്റെ മനസ്സിലാവാം. എഴുതി പൂർത്തിയാക്കിയിട്ട് 50 വർഷങ്ങൾ കഴിയുന്ന സന്ദർഭത്തിലും ആ കൃതിക്ക് പുതിയ പതിപ്പുകൾ ഇറങ്ങുന്നു. പുതിയ തലമുറകൾ അതിനെ ഏറ്റെടുക്കുന്നു. ഇതൊക്കെ ഈ നോവലും എമ്മോഹനൻ്റെ സാഹിത്യ ലോകമാകെ തന്നെയും കാലത്തെ കടന്ന് മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉജ്ജ്വലമായ കർഷക സമരങ്ങളും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സാഹിത്യത്തിൽ ആ പോരാട്ടങ്ങൾ അനശ്വരതയാർജിച്ചു എന്ന് പറയാൻ പറ്റുമോ? കയ്യൂർ സംഭവത്തെക്കുറിച്ച് പോലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നോവൽ ഉണ്ടായത് മലയാളത്തിലല്ല, കന്നഡയിലാണ്. നിരഞ്ജൻ എഴുതിയ ചിരസ്മരണം. ഇതാണ് പൊതുവിൽ വിപ്ലവ പോരാട്ടങ്ങളോടുള്ള മലയാള സാഹിത്യകാർക്കുള്ള ഒരു സമീപനം. എന്നാൽ അടിമുടി രാഷ്ട്രീയക്കാരനൊന്നുമല്ലാത്ത എം മുകുന്ദൻ തൻ്റെ നാടിൻ്റെ മയ്യഴിയുടെ രാഷ്ട്രീയ സമരത്തെ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ടും അതിനെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടും ഒരു നോവൽ രചിച്ചു. അതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. ഈ നോവൽ ഇറങ്ങിയ ഘട്ടത്തിൽ അരാജകത്വത്തിൻ്റെ രാഷ്ട്രീയമാണെന്ന് പ്രസരിപ്പിക്കുന്നത് എന്ന് വാദിച്ചവരുണ്ട്. അവർ കാണാതിരുന്നത് ഈ രാഷ്ട്രീയ സാംസ്കാരിക ഉള്ളടക്കമാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ നായകനായ ദാസൻ ഒരു രാഷ്ട്രീയ മനുഷ്യനൊന്നുമല്ല എന്ന് മാത്രമല്ല, എമ്മോഹനൻ ആ കാലത്ത് പുലർത്തിയിരുന്ന അസ്തിത്വവാദ സമീപനങ്ങളുടെ പ്രതീകമാണ് താൻ. എങ്കിലും അതിന് ആ അസ്തിത്വവാദത്തെ കടന്നു നിൽക്കുന്നതും കാലിക പ്രസക്തിയുള്ളതുമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അതാണ് വേണ്ട വിധത്തിൽ കാണാതെ പോയത്. ഏതായാലും കാലം അത് കണ്ടെത്തുന്നു. അതുകൊണ്ടാണല്ലോ ആ നോവലിൻ്റെ 50-ാം വർഷം ഈ വിധത്തിൽ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നത്.